നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന സാധനം കണ്ടോ, നിങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും കഴിച്ചിട്ടുണ്ടാകാൻ സാധ്യത കുറവുള്ള ഒരു സാധനമാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവല് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് കാര്യങ്ങൾ കാണാം. ആദ്യം തന്നെ നമുക്ക് ഒരു 4 മുളക് അത്രയും നമുക്ക് മതിയാവും. പിന്നെ നമുക്കൊരു സവോള ഒരെണ്ണം മുഴുവൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ ഉപ്പാവിലിടാൻ പാകത്തിന് വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഇഞ്ചിയെ നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. അത് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ. അപ്പോൾ ടേസ്റ്റൊക്കെ ഇച്ചിരി നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് അളവിൽ ഇച്ചിരി കൂടുതൽ എടുക്കാം. ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് തിളച്ച് റെഡി വരുമ്പോഴത്തേനും സ്വല്പം കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കടുക് നമ്മൾ പൊട്ടിക്കാനായിട്ട് തീ വളരെ കുറച്ചായിരിക്കണം വെച്ചേക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ തേങ്ങ ചിരവിൻ്റെ അകത്തോട്ട് അവലിട്ട് കൊടുക്കുക. അവലിട്ട് കൊടുത്തിട്ട് സ്വല്പം ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുക. അതുപോലെ സ്വല്പം പച്ചവെള്ളവും ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ശരിക്കും അതങ്ങ് പിടിച്ച് റെഡിയായി വരത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചങ്ങോട്ട് എടുക്കുക. അപ്പോൾ അതൊന്ന് കുഴച്ച് സെറ്റായി വരുമ്പോഴത്തേനും നമ്മുടെ കടുകൊക്കെ പൊട്ടി നല്ല പാകത്തിനായിട്ട് വരും. അപ്പോൾ നമ്മുടെ കടുകൊക്കെ സെറ്റായി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില എന്തോരം ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അതങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് മുഴുവൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. തീ വളരെ കുറവേ ആകാവുള്ളൂ. അത് നല്ല പാകത്തിനാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പ് നമ്മൾ ഓൾറെഡി അവലിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് സ്വല്പം കൂടെ ചേർക്കാം. അപ്പോൾ അതിലോട്ട് നമ്മുടെ അവൽ റെഡിയാക്കി വെച്ചങ്ങനെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീ വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുകയാണ്, വളരെ കുറഞ്ഞ ഒരു ചൂട്ടിലായിരിക്കണം വെച്ചേക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് ആവി കയറി വരുന്ന സമയമായി കഴിയുമ്പോഴത്തേനും അടപ്പൊന്ന് മാറ്റി എങ്ങനെയാണ് അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. വേണമെങ്കിൽ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. ആ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സാധനം എടുക്കാം. നിസ്സാര സമയത്തിൽ ആർക്കും കഴിക്കാം. അടിപൊളി സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വിധത്തിലുള്ള രുചിയുണ്ട്. പിന്നെ നല്ല ചൂടായിട്ട് ഈ സംഭവം ഇങ്ങനെ എടുത്ത് കഴിക്കുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ സംഭവം ആവിയിലാണല്ലോ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചൂടിലാണ് ഈ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കുന്നത്. ഒരു പപ്പടം കൂടെ ഉണ്ടായിരുന്നേ സൂപ്പറായിരുന്നു. അതെ, ഇതിൻ്റെ കൂടുതൽ പ്രത്യേകിച്ച് കറിയുടെ കാര്യം ഞാൻ പറയാത്തത് മറ്റൊന്നുമല്ല. കറിയുടെ ആവശ്യമില്ല. നമുക്ക് എന്നാ പറയണേ, ചുമ്മാ എടുത്ത് വായി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.